അപ്പൊ നമ്മള് കൊറേ നേരമായിട്ട് ഒരു ഓണം പാട്ട് പാടിത്തരുമോ പൊട്ടിക്കും പറയുന്നല്ലാതെ പാടിയിട്ടില്ല. പൂവിളി പൂവിളി പാടാം. ഓണം എന്ന് പറഞ്ഞാൽ വേറെ പാട്ട് പാടാൻ പാടില്ല, ഇതേ പാടാൻ പാടുള്ളൂ. പാടാൻ പറ്റും, അതാ പറഞ്ഞതുകൊണ്ട് ഇത് പാടുക. ഓക്കെ, പുതിയ പാട്ടാണ്, വളരെ ഏറ്റവും ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഫ്രഷാ. അതെ. അത്തം ചിത്തിര ചോതി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്നലെ രാത്രി വരെ ഷൂട്ടായിരുന്നു പറഞ്ഞു ബാൻഡിന്റെ, കുറച്ച് നാളിന് ശേഷം അമൃതംഗമയ വീണ്ടും വരികയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ സ്വതന്ത്ര സംഗീത സംവിധാനമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടുകയാണ്. അതേസമയം ഇപ്പൊ പ്ലേ ബാക്ക് സിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കീഴിൽ പാടും, ഇതിൽ ഏതാണ് നമുക്ക് കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ വരിക? ചേച്ചി, ഇപ്പം എന്നെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് പ്ലേ ബാക്ക് സിംഗിങ് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ ഇമോഷനെ നമ്മളിലേക്ക് എടുത്ത് അയാളുടെ ഒരു ഇമോഷൻ നമ്മൾ കൺവേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഒരു ഫ്രെയിംഡ് ആന്നൊക്കെ പറയും, പക്ഷെ എന്നാലും അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് എക്സ്പ്രസിങ് യുവർ സെൽഫ്. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ വികാരം ഞാൻ എന്താണോ അതിനെ കാണിക്കുന്ന ഒരു മീഡിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെതായൊരു ബ്യൂട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ ലൈക്ക് ബോത്ത്. രണ്ടും ഈ പറഞ്ഞോട്ട് മ്യൂസിക് ആണല്ലോ. ഇപ്പൊ അബിയെ സംബന്ധിച്ചിടത്തോളം അബി പാട്ട് എഴുതും, സംഗീത സംവിധാനം ചെയ്യാൻ വലിയ ആളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അപ്പൊ ഇപ്പൊ അബി ഈ അമൃതംഗമയായിട്ട് ബന്ധപ്പെട്ട് ചില പഴയ പാട്ടുകളൊക്കെ എടുത്ത് പാടുമ്പോൾ അതിനെതിരെ വിമർശനങ്ങളും വരാറുണ്ട്. അതിപ്പോ എനിക്കൊന്ന് സ്വതന്ത്രമായിട്ട് പാടുന്ന എല്ലാവർക്കും എതിരുണ്ട്, എന്താണ് ഈ പാട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അങ്ങനെ കേൾക്കുമ്പോ എന്ത് തോന്നും? നമ്മള് ഈ പറയുന്ന ഒരു സാധനം കാന്ത പോലുള്ള പാട്ടുകളൊക്കെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മളൊരു കാര്യത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കലാണ് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് റീമിക്സോ അല്ലെങ്കിൽ റീമേക്കോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ആയിരുന്നു റെഡ്, എന്റെ ഫേവറേറ്റ് റെഡ് അല്ല. അപ്പൊ എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ അതിന്റെ ഒരു ബേസിക് കാര്യം. സ്പെഷ്യൽ നമ്മൾ കേൾക്കുന്ന നമ്മൾക്ക് ഒരു പീസ് തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ മാക്സിമം ആ പാട്ടിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കാറ്. ഇഷ്ടപ്പെടാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ അയലയാണെങ്കിലും എല്ലാരും ചൊല്ലണം, അങ്ങനെ കുറച്ച് ഹിറ്റ് സോങ്സ് ഉണ്ട് നമ്മുടെ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ കുഞ്ഞി പാപ്പിനേക്കാളും കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അവർക്ക് വരെ ആ ഒരു പാട്ടിനെ അറിയാം. ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു വേർഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ഈ കുഞ്ഞുങ്ങൾ അത് കാണണം എന്ന് നിർബന്ധമില്ല, കാണുമായിരിക്കാം പക്ഷെ കാണണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ കുട്ടികളിലേക്കും ഈ പാട്ടുകളൊക്കെ ഇപ്പൊ ഞങ്ങള് സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടാണ് പറയണത് എല്ലാരും ചൊല്ലണ്. നമ്മുടെ ഈ വേർഷൻ ഉള്ളതുകൊണ്ടാണ് അവരിലേക്ക് ചോദിക്കാൻ വന്നത്. ഇപ്പൊ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വി ഫീൽ ലൈക്ക് ആരൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മളൊരു പേർപ്പസ് ചെയ്തു അതിന്റെ സൈഡിൽ കൂടെ എന്നുള്ളൊരു നോട്ട് ജസ്റ്റ് ദി എന്റർടൈൻമെന്റ് ബട്ട് വി ഡിഡ് എ പേർപ്പസ് എന്നുള്ളൊരു പോസിറ്റീവ് ആംഗിളും കൂടെ തന്നെയാണ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പൊ ഈ കാന്തയൊക്കെ ആയാലും ഇപ്പൊ അയലായാലും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഓഡിയൻസ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ആണ്. ഈ പറയുന്നതിനെ മാറ്റി നിർത്തിയാൽ ആൾക്കാർ അതിനെ അത്രമേൽ അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ട്. സെയിം. അപ്പൊ ആ പാട്ടിന് രണ്ടുപേരുടെ പാടിത്തരാം. നേരത്തെ അയല പാടി എല്ലാവരും അയല. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക, വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക, മണത്താൽ കൊതി പെരുകാൻ മീൻപൊടിക്ക് പെരുങ്കായം, മണത്താൽ കൊതി പെരുകാൻ മീൻപൊടിക്ക് പെരുങ്കായം, അവിയലിൽ പടവലങ്ങ മൂക്കാട്ട മുരിങ്ങയ്ക്ക,
അവിയലിൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങയ്ക്ക ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അത് പറഞ്ഞിട്ടേ ഉറങ്ങാതിരിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്ന രണ്ടുപേരെയാണ് ഞാൻ ഇരുത്തി പാട്ട് പഠിപ്പിക്കുന്നത്.